ഹലോ ഗായ്സ്, ഷായിസാനാണ്. അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൾട്ടോടെ കുറച്ച് മെക്കാനിക്കൽ സൈഡിലോട്ടുള്ള പണികളും കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റിൽ തന്നെ പറയാം, വണ്ടിയുടെ ക്ലച്ച് പോയിട്ടുണ്ടായിരുന്നു. ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഒരു നോയ്സ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പൊ അവര് പറഞ്ഞത് റിലീസ് ബെയറിംഗ് പോയതാണ്. അന്നേരം ക്ലച്ച് സെറ്റോടെ ഫുള്ളോടെ മാറുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ വാല്യൂ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് വാങ്ങിയേക്കുന്നത്. അപ്പൊ നമ്മുടെ MGP അത് വരുന്നതും ഈ വാല്യൂ എന്ന് പറയുന്ന ബ്രാൻഡ് തന്നെയാണ് വരുന്നത്. അത് ഏകദേശം ഈ ഒരു 400 റുപ്പീസ് അങ്ങോട്ട് കുറവാണ് വരുന്നത്. ഈ വാല്യൂ വാങ്ങുന്നതിൽ MGPക്കകത്ത് 400 റുപ്പീസ് കുറവാണ് വന്നേക്കുന്നത്. പിന്നെ ക്വാളിറ്റിക്കകത്തും അതിൻ്റെതായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും വാല്യൂ തന്നെ വാങ്ങി. അങ്ങനെ നമ്മുടെ ക്ലച്ചിന്റെ ഹൗസിങ് റിമൂവ് ചെയ്തിട്ടുണ്ട്. റിലീസ് ബെയറിംഗ് ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു എടുത്തിട്ടതാണ് റിലീസ് ബെയറിംഗ് വരുന്നത് ക്ലച്ചിന്റെ. അത് ഏകദേശം പോയിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ ക്ലച്ചിന്റെ അവസ്ഥ. ആ ഒരു സർക്കിള് കാണുന്നിടത്താണ് റിലീസ് ബെയറിംഗ് വന്ന് പഞ്ചാകുന്നത്. അപ്പോൾ അത് ഏകദേശം പോയിരിക്കുകയാണ്. നമ്മുടെ ക്ലച്ച് അത്യാവശ്യം ഇനിയും ഏകദേശം ഓടാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് മാത്രമായിട്ട് റിലീസ് ബെയറിംഗ് മാത്രമായിട്ട് മാറുന്നത് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ ആ ഒരു ഫുള്ള് സെറ്റ് എന്തായാലും റീപ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ച് നമുക്ക് ഈ ക്ലച്ച് ഡിസ്കിന് അയക്കുന്ന റേറ്റ് വരുമ്പോൾ ഏകദേശം 2,900 സംതിങ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ക്ലച്ചിന്റെ ഹൗസിങ്ങും കാര്യങ്ങളും ഇളക്കുന്ന ടൈമിൽ നമ്മുടെ എൻജിൻ മൗണ്ട് ഒക്കെ റീപ്ലേസ് പോയിരിക്കുവാണെങ്കിൽ അതൊന്ന് റീപ്ലേസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് ക്ലച്ച് മാറുന്നുണ്ടെങ്കിൽ അന്നേരം ചെക്ക് ചെയ്യുക, പിന്നത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് എന്തായാലും അത് റിമൂവ് ചെയ്യുന്ന ടൈമിൽ എന്തായാലും നമുക്ക് ആ ഒരു എൻജിൻ മൗണ്ട് പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. മൗണ്ട് എന്തായാലും ഇളക്കിയിട്ടാണ് നമ്മൾ ഇത് റീപ്ലേസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ക്ലച്ചിന്റെ പണി ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സിന്റെ റാക്കിന്റെ ബുഷ് പോയിട്ടുണ്ടായിരുന്നു. വണ്ടി ഇതേ കൂട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയപ്പം ഇങ്ങനെ കിടന്ന് കടകടാന്ന് പറഞ്ഞ് അടിക്കുന്നത് നോയ്സ് ഇങ്ങനെ കേട്ട്. അപ്പൊ അതെന്തായാലും അത് പോയതാണെന്ന് അറിഞ്ഞ് അപ്പൊ നേരെ അത് എന്തായാലും റീപ്ലേസ് ചെയ്യാം. ഇനി അതും കൂടെ എന്തായാലും മാറ്റി വെച്ചേക്കണ്ട, അതും കൂടെ എന്തായാലും റീപ്ലേസ് ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ അത് റിമൂവ് ചെയ്ത് ഏകദേശം അതെല്ലാം റാക്ക് ബുഷിന്റെ അത് മാറി ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്നേരത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ അത് ഏകദേശം എല്ലാം റീപ്ലേസ് ചെയ്ത് ഗ്രീസും കാര്യങ്ങളും എല്ലാം അപ്ലൈ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി അതിന്റെ 2 സൈഡിലെ ബൂട്ട് വരുന്നുണ്ടായിരുന്നു. അത് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. 2 ബൂട്ട് എന്തായാലും മാറി. ഇത്രയൊക്കെ ചെയ്തതല്ലേ, അപ്പൊ എന്തായാലും ആ ഒരു പഴയ ബൂട്ട് ചെറിയ ഡാമേജ് കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതും ചേഞ്ച് ചെയ്ത് പുതിയ 2 ബൂട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം നമ്മുടെ സ്റ്റിയറിംഗ് ബോർഡ്സിന്റെ പണിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അത് തിരിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലച്ചിന്റെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് ഇനി അടുത്തതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ടൈമിംഗ് ബെൽറ്റും ടെൻഷനറും ആണ് ഇനി അടുത്ത് റീപ്ലേസ് ചെയ്യാനായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്ലച്ച് ഡിസ്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഗിയർ ഓയിൽ മാറിയിട്ടില്ലെങ്കിൽ ഗിയർ ഓയിലും കൂടെ മാറാൻ ശ്രമിക്കുക. ഞാൻ ഏകദേശം ഒരു 5 മാസത്തിനോ 6 മാസത്തിനോ മുന്നേ ഞാൻ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടി ഏകദേശം 70,000 80,000 ആ ഒരു റേഞ്ച് കിലോമീറ്റർ ആകുമ്പോഴാണ് റീപ്ലേസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ടൈമിംഗ് ബെൽറ്റ്. അതിന് ഏകദേശം റേറ്റ് വന്നത് 615 രൂപയാണ് അതിന്റെ റേറ്റ് വന്നത്. ടെൻഷനറിനും ഏകദേശം 605 രൂപയ്ക്ക് അടുത്തങ്ങാണ്ട് 605 685 രൂപയ്ക്ക് അടുത്തങ്ങാണ്ട് വില വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ വണ്ടിക്കകത്ത് റീപ്ലേസ് ചെയ്തേക്കുന്ന സാധനങ്ങളുടെ എല്ലാം റേറ്റ് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ തീർച്ചയായും കൊടുത്തിരിക്കാം. അതിൽ മിക്കതും MGP ആണ് വരുന്നത്. ക്ലച്ച് ഡിസ്കും പിന്നെ അതുപോലെ തന്നെ റിയർ ഷോക്കും ഫ്രണ്ട് ഷോക്ക് ഞാൻ ഓൾറെഡി മുമ്പേ മാറി. 1 വീക്കിന് മുമ്പ് എന്തായാലും ഞാനത് റീപ്ലേസ് ചെയ്തായിരുന്നു. അപ്പൊ അത് എന്തായാലും എനിക്ക് അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഇതാണ് നമ്മുടെ ടൈമിംഗ് ബെൽറ്റിന്റെ ടെൻഷനർ. ആ കണ്ടതാണ് ടൈമിംഗ് ബെൽറ്റിന്റെ ടെൻഷനർ വരുന്നത്. ഇപ്പൊ ടൈമിംഗ് ബെൽറ്റ് റീപ്ലേസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വണ്ടി ഏകദേശം 1,00,000 കിലോമീറ്ററിൽ പുറത്ത് ഓടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഭാഗ്യം പരീക്ഷിക്കേണ്ട, ഞാൻ അതുകൊണ്ടാണ് എന്തായാലും ടൈമിംഗ് ബെൽറ്റ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ വണ്ടി ഏകദേശം ഒരു 90,000 അല്ലെ 80,000 കിലോമീറ്റർ മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ ടൈമിംഗ് ബെൽറ്റ് റീപ്ലേസ് ചെയ്യാൻ മാക്സിമം നോക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻ കേസ് ഡാമേജ് ആയി പോവുകയാണെങ്കിൽ നമ്മുടെ ഹെഡിനും കാര്യങ്ങൾക്കൊക്കെ കുഴപ്പം വരാം. പിന്നെ അത് അത്യാവശ്യം നല്ല രീതിക്ക് ക്യാഷ് ഇറങ്ങുന്ന പണിയും കാര്യങ്ങളുമാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ടൈമിംഗ് ബെൽറ്റിന് എന്തായാലും ഈ ഒരു കിലോമീറ്റർ, ഞാൻ ഈ ഒരു പറഞ്ഞ ഒരു കിലോമീറ്റർ ഏകദേശം എന്റെ വണ്ടി ഇപ്പൊ ഏകദേശം 1,00,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പൊ മാക്സിമം പറ്റുന്നിടത്തോളം ഒരു 90,000 ഒരു 80,000 കിലോമീറ്റർ ആകുമ്പോൾ റീപ്ലേസ് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് മാറാതിരുന്ന് കഴിഞ്ഞ് ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും അത് ടൈമിംഗ് ബെൽറ്റ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത് വണ്ടിയുടെ ഹെഡിനകത്ത് കുറച്ച് പാർട്സിന് ഡാമേജ് കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ അത് ഏകദേശം നമ്മൾ ഇപ്പൊ ഈ ഒരു ചെലവാക്കുന്ന എമൗണ്ടിനെക്കാട്ടി നല്ലൊരു എമൗണ്ട് നമുക്ക് എന്തായാലും അത് ചെലവാക്കും. പോയിരിക്കുമല്ലേ? ആ ഓക്കെ. ബെൽറ്റ് എല്ലാം പോയിരിക്കാണോ? എന്ത് ജസ്റ്റ് എന്നിട്ടാ കാണിച്ചേ? വേറെ വീണിട്ടുള്ളൂ.
പോവാൻ ടൈമായി തുടങ്ങിയില്ലേ അപ്പൊ? ഇപ്പൊ ടൈമിംഗ് ബെൽറ്റ് ഏകദേശം അതിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരുന്നു, അത് ക്രാക്കായി തുടങ്ങുമായിരുന്നു. അപ്പൊ അതിന് മുന്നായിട്ടാണ് ഇപ്പൊ നമ്മൾ എന്തായാലും ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം ഉപേക്ഷ വിചാരിക്കാതെ വണ്ടിക്കകത്ത് റീപ്ലേസ് ചെയ്യാൻ, ആ ഒരു കിലോമീറ്റർ ഒരു 70,000-80,000 കിലോമീറ്റർ എത്തിയിട്ടുണ്ടെങ്കിലും മാറ്റി വെക്കാതെ എന്തായാലും റീപ്ലേസ് ചെയ്ത് മാറ്റുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പൊ എന്റെ പരിചയത്തുള്ള 2-3 ഫ്രണ്ട്സിന് ഇത് കൂട്ട് പണി കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് ഏകദേശം വണ്ടി 40,000 കിലോമീറ്റർ ആയപ്പോൾ തന്നെ അതിന്റെ ടൈമിംഗ് ബെൽറ്റ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അത്യാവശ്യം ഇതേ കൂട്ട് ഫണ്ട് ഇറങ്ങി, ഇതേ കൂട്ട് റെഡിയാക്കാനായിട്ട് കുറച്ച് ഫണ്ടും കാര്യങ്ങളൊക്കെ ഇറങ്ങി. അപ്പൊ അതിനെക്കുറിച്ച് ഞങ്ങൾ കുറച്ച് ചർച്ച ചെയ്തപ്പോഴാണ് ഞാനും വിചാരിച്ചത്, എന്തായാലും എന്റെ വണ്ടി ഇത്രയും കിലോമീറ്റർ ആയില്ലേ, അപ്പൊ ഞാനിത് ഇനി വെച്ചോണ്ട് ഭാഗ്യം പരീക്ഷിക്കണ്ട, അതുകൊണ്ട് എന്തായാലും റീപ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ കൊണ്ടുവന്നു. അപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരുന്നു. ഇപ്പൊ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണാം, അത് ഒരു ക്രാക്ക് വീണ് തുടങ്ങി വരികയായിരുന്നു. അങ്ങനെ നമ്മുടെ ടൈമിംഗ് ബെൽറ്റിന്റെ സെറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വേറെ നോയ്സോ ഒന്നും കേൾക്കുന്നൊന്നുമില്ല. അങ്ങനെ എല്ലാം ഓക്കെ ആയതിനു ശേഷമാണ് തിരിച്ച് സെറ്റ് ചെയ്യുന്നത്. ഏകദേശം രാവിലെ ഒരു 9 മണിക്ക് തുടങ്ങിയ പണിയാണ് വണ്ടിയുടെ. ഇപ്പൊ ഏകദേശം വൈകിട്ട് ഒരു 7 മണിക്കൂടെ അടുത്ത് ആയിട്ടുണ്ട്. 7 മണി 6:30 അടുത്ത് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫൈനലി നമ്മൾ എന്തായാലും ഇത്രയും ചെയ്തല്ലോ, അപ്പൊ പിന്നെ ഓയിലും കൂടെ ചേഞ്ച് ചെയ്തേക്കാം. ഓയിൽ മാറാൻ ടൈമായി വരുന്നതേ ഉള്ളായിരുന്നു. അപ്പൊ പിന്നെ എന്തായാലും ഓയിലും കൂടെ ചേഞ്ച് ചെയ്ത് കാസ്ട്രോളിന്റെ GTX എന്ന് പറയുന്നത് 20W50 ആണ് ഇപ്പൊ നമ്മൾ വണ്ടിക്കകത്ത് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓയിൽ ഫിൽറ്ററും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓയിൽ ചേഞ്ചോട് കൂടി നമ്മുടെ ഇന്നത്തെ വർക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുവാണ്. ആ ഒരു വർക്ക്ഷോപ്പ് ക്ലോസ് ചെയ്യാൻ ടൈമായി കഴിഞ്ഞു. ഏകദേശം ടൈം എല്ലാം കഴിഞ്ഞിട്ടിരിക്കുവാണ്. അപ്പൊ ഇതിന് ശേഷം ഇനി നാളെയാണ് ബാക്കി വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി റിയർ ഷോക്ക് ചേഞ്ച് ചെയ്യണമായിരുന്നു. പിന്നെ അതിന്റെ ഒരു വർക്കും കൂടെ കിടപ്പുണ്ട്. പിന്നെ സൈലൻസറിനകത്ത് ചെറിയൊരു ഹോള് വീണിട്ടുണ്ടായിരുന്നു, അത് വെൽഡ് ചെയ്ത് ഒട്ടിക്കണമായിരുന്നു. അപ്പൊ ഈ 2 വർക്കും കൂടെ കിടക്കുന്നതുകൊണ്ട് എന്തായാലും അത് ബാക്കി നാളത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡേ 2 ആയിട്ടുണ്ട്. വണ്ടി നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ ഷോക്ക് ചേഞ്ച് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുള്ള, ഞാൻ വന്നിട്ട് എന്തായാലും ചേഞ്ച് ചെയ്യണം, അതെനിക്ക് വീഡിയോ ഒക്കെ എടുത്തിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ആ ഒരു പയ്യൻ ഇത് വണ്ടിയുടെ ബോണറ്റൊക്കെ തുറന്ന് ഇങ്ങനെ കാത്തിരിക്കുവാണ്. എന്താ ഉദ്ദേശമെന്ന് എനിക്ക് ഇതുവരെ പിടി കിട്ടിയിട്ടില്ല. അപ്പൊ അവസാനം നമ്മൾ നേരെ വണ്ടിയുടെ ബാക്കിൽ ഇറക്കിയ ഷോക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് അത് റിമൂവ് ചെയ്യണം. നമുക്ക് തന്നെ ചേഞ്ച് ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഇത്രയും പണിയുള്ളതിന്റെ പേരിൽ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. ഇതാണ് ഷോക്കിന്റെ അവസ്ഥ. ഷോക്ക് പോയിരിക്കുകയാണ്. ഞാൻ വണ്ടി എടുത്തിട്ട് ഇതുവരെ ഈ ഷോക്ക് മാറിയിട്ടില്ലായിരുന്നു. അപ്പം ഏകദേശം വണ്ടി എടുത്തിട്ട് ഒരു 7-8 വർഷത്തിനോടടുത്ത് ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് ബ്രാൻഡ് വരുന്നത്. മോൺട്രോ എന്ന് പറയുന്ന ബ്രാൻഡാണ് വരുന്നത്. ഇതിനകത്ത് കമ്പനി നമുക്ക് മാരുതി MGP കമ്പനി വരുന്നത് ഗബ്രിയൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് വരുന്നത്. അത് ഓയിലാണ് വരുന്നതെന്നാണ് പറയുന്നത്. ഇത് ഗ്യാസ് ആണ് വരുന്നത്. ഇപ്പൊ ഗ്യാസ് ആണ് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ എന്തായാലും മോൺട്രോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഫ്രണ്ടിൽ ഇട്ടേക്കുന്ന ഷോക്കും മോൺട്രോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ തന്നെയാണ് ഇട്ടേക്കുന്നത്. അതിന്റെ ഞാൻ ആ ഒരു ഇതിന്റെ മുമ്പ് അഴിച്ചപ്പോൾ ഞാൻ ചെറിയൊരു ഷോട്ട് എടുത്തപ്പോൾ ഞാൻ ഈ വീഡിയോക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തിയേക്കാം. അപ്പൊ എന്തായാലും മോൺട്രോ തന്നെ ചൂസ് ചെയ്യാനാണ് കുറച്ചുകൂടെ ബെറ്റർ. മോൺട്രോ ലാസ്റ്റിംഗ് ആണ്, അതുപോലെ തന്നെ ഗ്യാസ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ TRW എന്ന് പറഞ്ഞ ബ്രാൻഡ് വരുന്നുണ്ട്. അത് റിയർ ഷോക്ക് വരുന്നില്ല, ഫ്രണ്ട് ഷോക്ക് മാത്രം ആൾട്ടോയ്ക്ക് അത് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളും ഏകദേശം എല്ലാം കഴിഞ്ഞു. അപ്പൊ വണ്ടി നേരെ അലൈൻമെന്റ് ചെയ്യണം, വീൽ ബാലൻസിങ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നേക്കാണ്. നമ്മുടെ സ്റ്റിയറിംഗ് ബോർഡ്സ് അടിച്ചില്ല. അപ്പൊ എന്തായാലും അലൈൻമെന്റ് തെറ്റും, അതുകൊണ്ട് അലൈൻമെന്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പൊ നമ്മുടെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സൈൻ ഔട്ട്.